ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഫ്റ്റർ ഓൾ എന്ന ഫ്രേസ് ആണ്. ഇത് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക് ആണ്. ആഫ്റ്റർ ഓൾ എന്ന ഫ്രേസ് എവിടെ ഉപയോഗിക്കും എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതായിട്ട് വരും. എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അവസാനം നമ്മളൊരു തീരുമാനമെടുക്കും. ആ തീരുമാനം എടുക്കുന്നതിന് എന്താ കാരണം എന്ന് നമ്മൾ പറയും. ആ കാരണം പറയുന്നതിന് മുൻപ് പറയുന്ന ഒരു ഫ്രേസാണ് ആഫ്റ്റർ ഓൾ. ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഞാനൊരു സിറ്റുവേഷൻ പറയാം. ബാംഗ്ലൂരിൽ കിട്ടിയ ഒരു ജോലി വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് രാഹുൽ. രാഹുലിനാണെങ്കിൽ പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നത് രാഹുലിൻ്റെ ഫ്രണ്ടിന് അറിയാം. അപ്പോൾ ജോബ് ഓഫർ കിട്ടിയപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ്, എന്തിനാ നീ ഹെസിറ്റേറ്റ് ചെയ്യുന്നത്, എന്തിനാ മടിക്കുന്നത്, വേഗം ആ ജോബ് ഓഫർ സ്വീകരിച്ചുകൂടെ എന്ന്. പക്ഷേ രാഹുലിനാണെങ്കിൽ ആകെ ടെൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് രാഹുൽ ഈ ജോബ് ഓഫർ കിട്ടുമ്പോൾ. കാരണം റീലൊക്കേറ്റ് ചെയ്യണം, അതിൻ്റെതായ കുറേ സ്ട്രെസ്സുകളുണ്ടാവും. പിന്നെ അവിടെ ചെന്നാൽ ലിവിങ് കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എങ്ങനെയാവും, അങ്ങനെയൊക്കെ ആലോചിക്കുകയാണ് രാഹുൽ പറയുകയാണ്, ഐ ആം ഗോയിങ് ടു ടേക്ക് ദിസ് ജോബ് ഓഫർ ഇൻ ബാംഗ്ലൂർ. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഡ്രീം ഓപ്പർച്യൂണിറ്റി ഫോർ മൈ കരിയർ ആൻഡ് ഐ ഹാവ് വർക്ക്ഡ് ഹാർഡ് ടു ഗെറ്റ് ഹിയർ. അപ്പോൾ പല കാര്യങ്ങളും അവൻ കൺസിഡർ ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് മൈ ഡ്രീം ഓപ്പർച്യൂണിറ്റി എന്ന്. കാരണം ഒരുപാട് കാലം അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് അവൻ പറയുന്നത് എന്താ, എല്ലാറ്റിലും ഉപരി ഇതെൻ്റെ ഡ്രീം ഓപ്പർച്യൂണിറ്റിയാണ്, എൻ്റെ ഒരു കരിയറിനുള്ള ഒരു ഡ്രീം ഓപ്പർച്യൂണിറ്റിയാണ്. മാത്രമല്ല ഞാൻ ഇതിനു വേണ്ടി ഇവിടെ വരെ എത്താൻ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് എന്ന്. അപ്പോൾ അത് പറയുന്നതിന് മുൻപാണ് ആഫ്റ്റർ ഓൾ ഉപയോഗിക്കുന്നത്. എല്ലാറ്റിലും ഉപരി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനമെടുക്കുന്ന തീരുമാനം എന്താണ്, ജോലി സ്വീകരിക്കാം എന്ന് തന്നെയാണ്. ആ ജോലി സ്വീകരിക്കുമ്പോൾ അവൻ പറയുന്ന കാരണം എന്താണ്, ഇറ്റ്സ് മൈ ഡ്രീം ഓപ്പർച്യൂണിറ്റി ഫോർ മൈ കരിയർ. ആ ഒരു ഡ്രീം ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ള കാര്യം മറ്റുള്ള എല്ലാ കാര്യങ്ങളുടെയും മുൻപിലാണ്, അല്ലെങ്കിൽ അതിനേക്കാളും ഒക്കെ ഉപരിയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. റീലൊക്കേറ്റ് ചെയ്യണമല്ലോ, അതല്ലെങ്കിൽ അവിടെ ചെന്നാൽ ലിവിങ് കോസ്റ്റ് കൂടുതലാകുമല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ, എന്നൊക്കെയുള്ള ഘടകങ്ങൾ അവൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവനൊരു തീരുമാനമെടുക്കുന്നത് എല്ലാറ്റിലും ഉപരി ഇറ്റ്സ് മൈ ഡ്രീം ജോബ് എന്നതാണ്, ഇറ്റ്സ് മൈ ഡ്രീം ഓപ്പർച്യൂണിറ്റി ഫോർ മൈ കരിയർ എന്നതാണ്. അപ്പോൾ അതാണ് ആഫ്റ്റർ ഓളിൻ്റെ ഉപയോഗം. ഒരു എക്സാമ്പിൾ കൂടി പറയാം. അമിത് ഇപ്പോൾ ഡയറ്റിങ്ങിലാണ്, ഹെൽത്ത് കോൺഷ്യസായി അവൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഡയറ്റിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പുറത്തു പോയി ഭക്ഷണം കഴിക്കലൊന്നും ഇല്ല. പക്ഷേ അവൻ്റെ ഫ്രണ്ട്സ് ഒരു ദിവസം വന്നിട്ട് പറയുകയാണ്, നമുക്കൊന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം. അപ്പോൾ അവൻ ആലോചിക്കുന്നു, അയ്യോ ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഡയറ്റിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഡയറ്റാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഫൈനലി അവനൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഐ വിൽ ഹാവ് ഇറ്റ്, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ സ്പെഷ്യൽ ഒക്കേഷൻ. ഐ വിൽ ഹാവ് ഇറ്റ്, അതായത് ഐ വിൽ കം വിത്ത് യു. ഞാൻ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ നിങ്ങളുടെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്. അതിന് കാരണം എന്താ, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ സ്പെഷ്യൽ ഒക്കേഷൻ. എല്ലാ ദിവസവും ഫ്രണ്ട്സ് വന്നിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ വിളിക്കില്ലല്ലോ, ഇതൊരു സ്പെഷ്യൽ ഒക്കേഷനാണ്. അതുകൊണ്ട് എല്ലാറ്റിലും ഉപരി എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിലുള്ള ചില ചിന്തകൾ, അതായത് ഹെൽത്ത് നോക്കണം, ഭക്ഷണം ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ടുഡേ ഐ വിൽ കം ഔട്ട് വിത്ത് യു എന്നുള്ള ഒരു തീരുമാനം. അപ്പോൾ ആഫ്റ്റർ ഓളിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ? ഇത് ഒരു റിക്വസ്റ്റഡ് ടോപ്പിക്കാണ്. നമ്മുടെ ഈ ചാനലിലെ എല്ലാ ലെസൺസും വളരെ കൃത്യമായിട്ട്, വളരെ റെഗുലറായിട്ട് കാണുകയും അതിനൊക്കെ ഫീഡ്ബാക്ക് തരികയും ചെയ്യുന്ന അംബിക രാധാകൃഷ്ണൻ ആണ് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്തത്. തീർച്ചയായും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ ഈ ലെസൺ കാണുന്ന എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. താങ്ക് യു so much for watching my videos. Please keep watching.